ഇന്ന് കൊടുങ്ങല്ലൂരായിരുന്നു വർക്ക് ചെയ്യും. പിന്നെ നേരത്തെ ഇറങ്ങി വർക്കിന് കൊടുങ്ങല്ലൂർ പോകണ വഴിയാട്ടത്. എന്ത് രസമുള്ള ബണ്ട് കൊടുത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്ത് രസമുള്ള പൂക്കളാന്നറിയാം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എന്തോരം മഞ്ചുള്ള വെറുതെ നടക്കണമെന്ന് അറിയാം. പിന്നെ നമ്മുടെ കടലിലൊക്കെ കാണാൻ വല മീൻ നിന്നിട്ട് വല വീശില്ലേ, അങ്ങനത്തെ സെറ്റപ്പായിട്ട് ആ ടാർപ്പാ കിട്ടിയ സംഭവം. പിന്നെ അറ്റത്ത് നിന്നിട്ട് അച്ചാച്ചൻ വല വീശിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ക്യാമറ എത്തി. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ എത്തിയിട്ടാ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. സാറ് വരാൻ കുറച്ച് നേരം അങ്ങനോട് ഞാൻ അവിടെ ഇരുന്നു. എന്തോരം ആൾക്കാർ ഈ ഏട്ട ദിവസങ്ങളൊക്കെ വരാനറിയാം. അപ്പോൾ ഈ വിശിഷ്ട ദിവസങ്ങളിലും മറ്റേ ഞായറാഴ്ചകളിലൊക്കെ എന്ത് തിരക്കാവും ഈ അമ്പലത്തിൽ. എനിക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ ഷൂവും ഈ ഇൻസൈഡൊക്കെ ഇട്ട് കാരണം ഞാൻ ഇറങ്ങിയില്ല. പിന്നെ പെട്ടെന്ന് സാറ് വിളിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ട് വെച്ചിട്ട് നിന്ന് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കി. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അപ്പോഴേക്ക് സാറ് വിളിച്ചു. ഞാൻ എന്നിട്ട് ജോലിക്ക് പോകാൻ നിന്നു കേട്ടോ. അങ്ങനെ ജോലി കിട്ടിയാൽ നമ്മൾ തിരിച്ച് നമ്മുടെ തട്ടത്തിൽ എത്തിയിട്ടാ. എന്തൊട്ട് രസമല്ലേ രാത്രി വ്യൂ കാണാൻ. എന്തോരാൾക്കാർ അവിടെ വെറുതെ വന്നിരിക്കുന്നറിയോ. ഒരു സുഖാട്ടോ അതിന് മുന്നിൽ വെറുതെ ഇരിക്കാൻ. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ചേട്ടനെ കടയിലേക്ക് പോയി. കുറുപ്പനോട്ടിലോട്ട് വരണം മൊബൈൽ ലാബ്. എന്ത് മൊബൈലും സർവീസ് എന്ത് വേണമെങ്കിൽ ചെന്നോ, ഐഫോൺ എന്ത് വേണമെങ്കിൽ ചെന്നോ അവിടെ റെഡിയാക്കൂട്ടാ. പ്രിൻസ് ചിക്കുൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ കടയിലേക്ക് വന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് കപ്പലണ്ടി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പം നേരെ വിട്ട് ഞാൻ കപ്പലണ്ടി കടയ്ക്ക്. ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ചാ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്ന അച്ചാച്ചന് കുഴപ്പമില്ല ചോദിച്ചു. അച്ചാച്ചൻ ഒരു കുഴപ്പമില്ല മോനെ പറഞ്ഞു. എന്നിട്ട് അച്ചാച്ചൻ എനിക്ക് ഫ്രീ ആയിട്ടൊരു കപ്പലണ്ടി എക്സ്ട്രാ തരും ചെയ്യും. ഞാൻ കടയിലേക്ക് തിരിച്ചെന്നപ്പോൾ മുതലാളി ഗ്ലാസ് ഒട്ടിക്കുന്നുണ്ട്. എന്താ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 100% പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മൊബൈൽ ഷോപ്പിലായിരുന്നു. ഇത് പുലർച്ചാവെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് വീട്ടിൽ കിട്ടും. നമുക്ക് അടുത്തേൽ കാണാട്ടാ.